നമസ്കാരം, എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെയുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കർക്കിടക കഞ്ഞിയാണ്, അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദശപുഷ്പങ്ങൾ. അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ പുറത്ത് ഇപ്പൊ തൊടിയിലാണെങ്കിലും അല്ലെങ്കിൽ പാടത്തൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ദശപുഷ്പങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. എല്ലാം ഇപ്പൊ 10 എണ്ണം കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു 5-6 എണ്ണെങ്കിലും എന്തായാലും നമ്മുടെ പറമ്പിൽ ഉണ്ടാവും. അപ്പൊ ഈ ദശപുഷ്പങ്ങളൊക്കെ തന്നെ വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഈ ദശപുഷ്പങ്ങൾ നമ്മൾ കർക്കിടക കഞ്ഞിയുടെ കൂടെ ദശപുഷ്പങ്ങളുടെ നീരും കൂടി കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് എല്ലാ ദശപുഷ്പങ്ങളും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ 10 എണ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടുന്ന അത്രയും പറിച്ചെടുത്ത് നന്നായി കഴുകി ചതച്ചെടുത്ത് അതിന്റെ നീരെടുക്കുക. അപ്പൊ എല്ലാം കൂടി ഏകദേശം 1 ടീസ്പൂൺ മതിയാവും. പിന്നെ നമ്മൾ ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നവരയരിയും അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വേവിക്കില്ലേ, ആ സമയത്ത് ഇതൊരു ടീസ്പൂൺ കൂടി ആ വേവിക്കുന്ന വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ കർക്കിടക കഞ്ഞി കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇപ്പൊ സാധാരണ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടാനായിട്ട് അത് വളരെ നല്ലതാണ്. അത് കൂടാതെ ഇപ്പൊ വാതരോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ സന്ധിവാതം, അതുപോലെ തന്നെ ആമവാതം, വാതരക്തം, സയാട്ടിക്ക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ കർക്കിടക മാസത്തിൽ അവരുടെ ലക്ഷണങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് ഇപ്പൊ സോറിയാസിസ്, അതുപോലെ തന്നെ സ്കിന്നിൽ പലതരം റാഷസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു കർക്കിടക കഞ്ഞിയിൽ ഇതുപോലെ ദശപുഷ്പത്തിന്റെ നീരും കൂടി ആഡ് ചെയ്ത് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ദശപുഷ്പങ്ങളിൽ ഓരോന്നും അതുപോലെ തന്നെ അതിന്റെ ഔഷധ ഗുണങ്ങളുമാണ്. അപ്പൊ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ദശപുഷ്പങ്ങളിൽ ആദ്യത്തേതാണ് കറുക. കറുക നന്നായി ഇടിച്ചു പിഴിഞ്ഞ നീര് പ്രമേഹ രോഗികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അത് കൂടാതെ ദഹനശേഷി, രോഗപ്രതിരോധ ശേഷി ഇതൊക്കെ കൂടാനായിട്ട്, രക്തദുഷ്ടി ഇല്ലാതെയാക്കാനായിട്ട്, പിന്നെ സ്ത്രീ സഹജമായ രോഗങ്ങൾ അതായത് വെള്ളപ്പോക്ക്, PCOS അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ കേസിൽ, അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്ക് പാലുൽപാദനം കുറവാണെങ്കിൽ അത് കൂട്ടാനായിട്ടും ഇതുപോലെ തന്നെ കറുക ഇടിച്ചു പിഴിഞ്ഞ നീര് കഴിക്കാവുന്നതാണ്. ദശപുഷ്പങ്ങളിൽ രണ്ടാമത്തേതാണ് ചെറുള. ആസ്മ, വയറിളക്കം, കൃമിശല്യം ഇതിനൊക്കെ തന്നെ ചെറുള കഷായം വളരെ നല്ലതാണ്. ചെറുള കഷായം വെക്കാനായിട്ട് ചെടി മൊത്തമായി പിഴുതെടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇതൊരു 1/2 ഗ്ലാസ് ആവുന്നത് വരെ കുറുക്കിയെടുത്തതിന് ശേഷം ഇത് സേവിക്കാവുന്നതാണ്. ദശപുഷ്പങ്ങളിൽ മൂന്നാമത്തേതാണ് വിഷ്ണുക്രാന്തി. സാധാരണയായിട്ട് ശരീരത്തിൽ മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വിഷ്ണുക്രാന്തി നന്നായി അരച്ച് കൽക്ക രൂപത്തിലാക്കിയിട്ട് വെച്ചു കൊടുക്കാം. അതുകൂടാതെ തന്നെ സ്ട്രെസ്സിന്, അതുപോലെ തന്നെ ഓർമ്മക്കുറവിനൊക്കെ വളരെ നല്ലൊരു മരുന്നും കൂടിയാണ് വിഷ്ണുക്രാന്തി. പക്ഷേ മറ്റ് ദശപുഷ്പങ്ങളെ പോലെയല്ല, ഇതിൻ്റെ ഡോസേജ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ BP രോഗികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, ചെറിയ കുട്ടികൾ ഒന്നും തന്നെ ഇതിൻ്റെ നീര് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അടുത്തതാണ് പൂവാങ്കുരുനില. ചെറിയ കുട്ടികൾക്ക് കൺമഷി ഉണ്ടാക്കാനായിട്ട് പൂവാങ്കുരുനില ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആർത്തവ വിരാമം എടുത്ത സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും ആ ഒരു സമയത്ത്. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെയും പൂവാങ്കുരുനില മുഴുവനായിട്ട് പറിച്ചെടുത്ത് കഴുകി ഇടിച്ചു പിഴിഞ്ഞ നീര് ദിവസവും 1 നേരം കുടിക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ പൂവാങ്കുരുനില ഇട്ട് വെളിച്ചെണ്ണ കാച്ചിയിട്ട് തലയിൽ തേക്കുന്നത് തലവേദന, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, നീരിറക്കം, അതുപോലെ സൈനസൈറ്റിസ് ഇതൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ കാഴ്ചശക്തി കൂടാനായിട്ടും വളരെ നല്ലതാണ്. അടുത്തത് മുക്കൂറ്റിയാണ്. മുക്കൂറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് വളരെ നല്ലതാണ്. വാതദോഷത്തിൻ്റെ പ്രകോപം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് സന്ധിവാതം, അതുപോലെ തന്നെ ആമവാതം ഒക്കെ പോലത്തെ രോഗങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ പിത്തദോഷം കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുള്ളവർ, അതായത് ഇപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അൾസർ, അതുപോലെ തന്നെ അസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും മുക്കൂറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. ആറാമത്തേതാണ് മുയൽ ചെവിയൻ. ഇതിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞതിന് ശേഷം സേവിക്കുന്നത് പനി, അതുപോലെ തന്നെ വിരശല്യം, നീര് ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. 7ാമത്തെ ഔഷധമാണ് കയ്യോന്നി. കയ്യോന്നി ഇടിച്ചു പിഴിഞ്ഞ നീര് ആവണക്കണ്ണയുടെ എണ്ണയിലോ അതല്ലെങ്കിൽ എള്ളെണ്ണയിലോ ഇട്ട് കാച്ചി മുടിയിൽ തേക്കുന്നത് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറാനും മുടി നന്നായിട്ട് വളരാനും വളരെയധികം സഹായിക്കും. 8ാമത്തേത് നിലപ്പനയാണ്. രസായന ഗുണവും അതിൻ്റെ ഒപ്പം തന്നെ വാജീകരണ ഗുണമുള്ളതാണ് നിലപ്പന. നിലപ്പന ഉണക്കി പൊടിച്ച ചൂർണം ആസ്മ മാറാനും അതുപോലെ തന്നെ സകലവിധ ത്വക്ക് രോഗങ്ങൾ മാറാനായിട്ടും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ്.
അടുത്തതായി ഉഴിഞ്ഞയാണ്. എല്ലാവിധ വാതരോഗങ്ങൾക്കും അതുപോലെ തന്നെ നീര്, പനി ഇതൊക്കെ മാറാനായിട്ട് ഇടിച്ചു പിഴിഞ്ഞ നീര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദശപുഷ്പങ്ങളിൽ ഏറ്റവും അവസാനം വരുന്നതാണ് തിരുതാളി. പേര് പോലെ തന്നെ വളരെ നല്ലൊരു താളിയാണ് തിരുതാളി. ചെമ്പരത്തി താളിയൊക്കെ പോലെ തന്നെ നമുക്ക് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധ രോഗങ്ങൾക്കും ഒക്കെ തന്നെ തിരുതാളി വളരെ നല്ലൊരു ഔഷധം കൂടിയാണ്. അപ്പോൾ ദശപുഷ്പങ്ങളിലെ കുറച്ച് ഔഷധ ഗുണങ്ങളാണ് ഇന്ന് നമ്മളിവിടെ വിവരിച്ചത്. ഇനിയും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ദശപുഷ്പങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.